എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഒരു 3 പേരും സമറിൻ ചിപ്സ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ സമറിൻ ആനിമലെ അവിടേക്ക് കൊണ്ടുവരും. കുട്ടപ്പനാണെങ്കിൽ ഷോക്കാവും. ഇത്തവണ വന്നത് ഗാമക്കീച്ചിയാണ്. മാത്രമല്ല അവൻ ഒരുപാട് വളർന്നിരിക്കുകയാണ്. ഗാമക്കീച്ചി, ഇത് നീയായിരുന്നോ? അതിന് തവള പറയും, അതെ, ഇത് ഞാനാണ്. എന്റെ വളർച്ച കണ്ട് നീ അത്ഭുതപ്പെടേണ്ട. ഞങ്ങൾ മനുഷ്യരെ പോലെയല്ല, വളരെ പെട്ടെന്ന് വളരും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ദൂരത്തായിട്ട് ആ ടെൻടൈലിനെ കാണിച്ചു കൊടുക്കും. ആ ടെൻടൈല് അതാണ് ഇപ്പൊ നമ്മുടെ ശത്രു. എത്രയും പെട്ടെന്ന് അതിനെ തകർക്കണം. അതേസമയം സാസുക അവനാണെങ്കിൽ അവന്റെ സ്നേക്കിന്റെ മേലെ നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാക്കുറ അവളുടെ സമറിൻ ആനിമലായിട്ട് കച്ചുകയായിരിക്കും അവിടേക്ക് വന്നിട്ടുണ്ടാവുക. ഉടനെ 3 പേര് റെഡിയായി ആ 10th ടൈലിനെ നോക്കി നിൽക്കും. അതേ സമയത്ത് ജനങ്ങൾക്ക് അവർക്കിപ്പോ അവരെ 3 പേരെയും കാണുമ്പോ ആ 3 സെനിയൻസ് അവരെയായിരിക്കും ഓർമ്മ വരിക. അടുത്ത സെക്കൻഡ് സാസുക അവനവന്റെ പാമ്പുമായി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ സാക്കുറ അവൾ ആ കക്ഷുകയ്ക്ക് സിഗ്നൽ കൊടുക്കും. അതേ സമയത്ത് അത് ചെറിയ ചെറിയ കക്ഷുകികളായി മാറി ഓരോ ഭാഗത്തേക്ക് അങ്ങനെ പോയി അതിന്റെ ഹീലിംഗ് ജിപ്സു അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കും. അവസാന കുട്ടപ്പനും അവന്റെ തവളയും അവരും ഇപ്പൊ 10th ടൈലിന്റെ അടുത്തേക്ക് ചാടി വരും. സാസുകയുടെ പാമ്പ് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു 10th ടൈലിന്റെ ഇടയിലൂടെ അങ്ങനെ മുൻപോട്ട് പോവാണ്. ജൂഗോ, സുഗട്സു, കരീൻ അങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. ആമത്തവളയാണെങ്കിൽ അതിന്റെ വാലെടുത്ത് ഓരോ വില്ലന്മാരെയും അച്ചരം പൊച്ചരം വെട്ടാൻ തുടങ്ങും. അതേസമയം മറ്റൊരു ഭാഗത്ത് കക്ഷുകി അതാണെങ്കിൽ ഓരോരുത്തരുടെയും ബോഡിയിൽ കയറി അവരെ ഹീൽ ചെയ്യും. ചില ഷിനോബികൾക്ക് അവർക്ക് കക്ഷുകിയെ കാണുമ്പോൾ ഒരുപാട് പേടിയാവും. ഷിസുന പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ആനിമലാണ്. നിങ്ങളുടെ ബോഡിയിലെ പരുക്കുകളെല്ലാം തന്നെ അത് ഹീൽ ചെയ്യും. അവളത് പറയുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ബോഡിയിലുള്ള പെയിന്, മുറിവുകള് മുഴുവനായിട്ടും അത് ഹീൽ ചെയ്യും. ഇവിടെ സായിയെയും ഒരു കക്ഷുകി അത് ഹീൽ ചെയ്യും. സോ അവര് ഹാപ്പി ആയിട്ട് ഇപ്പൊ എഴുന്നേറ്റ് നിൽക്കും. ഷിസുനാണെങ്കിൽ ഇപ്പൊ സാക്കുരയുടെ പവർ കണ്ട് ഷോക്കാവും. അതേ സമയത്ത് ആ പാമ്പ് അത് സാസുകയോട് ചോദിക്കും, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്തെങ്കിലും ചെയ്യണോ? സാസുക പറയും, തൽക്കാലം നീ ഒന്നും ചെയ്യണ്ട, എന്നെ കൊണ്ട് മുൻപോട്ടേക്ക് തന്നെ പോവാ. ചെയ്യേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോ മറ്റൊരു ഭാഗത്ത് ഇപ്പൊ നറൂട്ടോ അവനവന്റെ എനർജി അത് മുഴുവൻ എടുത്ത് ഇപ്പൊ റസൻഗൻ ഷുരിങ്കൻ അത് ക്രിയേറ്റ് ചെയ്ത് അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ സാസുക അവൻ ആ മെയിൻ ഗേറ്റ് ഒക്കെ ഇടിച്ചു തെറിപ്പിച്ച് സുസാനെ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ സുസാന, അവിടെ നറൂട്ടോ അവന്റെ റസൻഗൻ ഷുരിങ്കൻ ആ 2 പവറും 10th ടൈലിനെ ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞടുക്കും. ഉടനെ അവർ 2 പേരുടെയും പവർ അതങ്ങനെ കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് ചുറ്റുമുള്ളവരെല്ലാവരും ഷോക്കാവും. കുട്ടപ്പനാണെങ്കിൽ പഴയൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ നറൂട്ടോ അവൻ യാമട്ടോ സെൻസായോട് ചോദിക്കും, ഞാനും സാസുകയും ഞങ്ങൾ 2 പേരും പെർഫെക്റ്റ് മാച്ച് ആണല്ലേ? ഞങ്ങളുടെ പവർ അത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ വലിയൊരു പവർ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമല്ലേ? അതിന് യാമട്ടോ സെൻസായി പറയും, അതെ. കട്ട് ചെയ്താ ഇപ്പൊ അവരുടെ 2 പവറും ചേർന്ന് വലിയ ആമത്തറാസ് ഫയർ അതങ്ങനെ കത്തിപ്പടർന്ന് 10th ടൈലിന്റെ ബോഡിയിലേക്ക് ചെന്ന് പതിക്കും. 10th ടൈലാണെങ്കിൽ കത്തിക്കരിഞ്ഞ് നോ എന്ന് അലറാൻ തുടങ്ങും. അതേസമയം ടോബിറാമോ ആളാണെങ്കിൽ അങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു കമ്പൈൻഡ് ജിപ്സു ഇത്രയും പവർ ഇതൊന്നും ആൾ ഇതുവരെ കണ്ടിട്ടില്ല. 10th ടൈലിനെ അങ്ങനെ മുഴുവനായിട്ടും കത്തിച്ച് സാസുകയും നറൂട്ടോയും അവർ 2 പേരും ഇപ്പൊ ഹായായിട്ട് നിൽക്കും. സാസുക ഉടനെ ആ ചെറിയ ചെറിയ 10th ടൈല് അവറ്റകളോട് പറയും, എത്രയും പെട്ടെന്ന് തിരിച്ചു പോണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം കാരണഭൂതൻ ആ ജയന്റ് 10th ടൈല് അവൻ കത്തി എരിയുന്നത് പോലെ നിങ്ങളും ഇവിടെ കത്തി എരിയും. അത് കേൾക്കേണ്ട താമസം അവറ്റകളും ഇപ്പൊ പുറകിലേക്ക് പോകാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒറോച്ചിമാറു, സുഗട്സു, കരീൻ അവര് 3 പേരും വമ്പ സ്പീഡില് എവിടേക്ക് ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവര് 3 പേരും ഇപ്പൊ അടികെട്ടി തളർന്നു കിടക്കുന്ന കാഗാസിന്റെ അടുത്തേക്ക് എത്തും. സുഗട്സു ചോദിക്കും, അതെന്താ അവിടെ വലിയൊരു പുഴു? അതിന് ഒറോച്ചിമാറു പറയും, അത് കക്ഷുകയാണ്. കക്ഷുകയാണെങ്കിൽ ഇപ്പൊ ഒറോച്ചിമാറുവിനെ കണ്ട് ഷോക്കാവും. ഇവിടെ ഒറോച്ചിമാറു അവൻ ഹൊക്കാഗെയെ രക്ഷിക്കാനായിട്ട് അവളുടെ അടുത്തേക്ക് വരും. കക്ഷുകി അവൻ അടുത്ത് വരെ പേടിച്ച് നിലവിളിച്ച് കൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഹൊക്കാഗെ ആന്റിയെ കാണിക്കും. പവർ മുഴുവൻ നഷ്ടപ്പെട്ട് ഒരുപാട് പ്രായമായി ഹൊക്കാഗെ ആന്റി അങ്ങനെ തളർന്നു കിടക്കുകയാണ്. കരീനയ്ക്കാണെങ്കിൽ ഹൊക്കാഗെ ആന്റിയുടെ അവസ്ഥ കണ്ട് ഷോക്കാവും. അതേസമയം കക്ഷുകി അതിപ്പോ ഒറോച്ചിമാറുവിന്റെ മേലേക്ക് ആസിഡ് തുപ്പാനായി റെഡിയായിട്ട് നിൽക്കും. ഒറോച്ചിമാറു ടെൻഷനായിട്ട്, അയ്യോ ഇല്ല, ഞാൻ ആക്ച്വലി നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, മറിച്ച് നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. എന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്കെന്നെ ശിക്ഷിക്കാം. അപ്പൊ അതേ സമയത്ത് കക്ഷുകി അവൻ കാര്യമായിട്ട് ഇപ്പൊ ഒറോച്ചിമാറുവിനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, എനിക്കിപ്പോ നിന്നെ വിശ്വാസമായി. എത്രയും പെട്ടെന്ന്
ഹൊക്കാഗെ ആന്റിയെ ഹീൽ ചെയ്യ്. ഒറോച്ചിമാറ് ചോദിക്കും, മൊത്തം 5 കാഗാസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോ ഹൊക്കാഗെ ആന്റി മാത്രമേ ഇവിടെ കാണാനുള്ളൂ. ബാക്കി 4 പേര് അവരെവിടെ? അതിന് കക്ഷുകി പറയും, അവരുടെ 4 പേരുടെ മുകളിൽ കയറി എന്റെ അസിസ്റ്റൻസ് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെത്രയും പെട്ടെന്ന് ബാക്ക് ടു നോർമൽ ആവും. അപ്പോഴും ഒറോച്ചിമാറുവിന് അവന്റെ സംശയം മാറില്ല. നീ ഇത്രയും നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടും നിനക്ക് എന്തുകൊണ്ട് ഒറോച്ചിമാറുവിനെ ഹൊക്കാഗെ ആന്റിയെ ഇതുവരെ ആയിട്ടും ഹീൽ ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോഴായിരിക്കും കക്ഷുകി പറയാ, ആരുടെങ്കിലും റെസ്പോൺസ്. അതില്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലേഡി സുനൈര് അവളുടെ ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് മാത്രമേ എനിക്ക് എല്ലാ കാര്യവും ചെയ്യാൻ കഴിയൂ. എന്റെ ഇത്രയും കാലത്തിനിടയിൽ ഹൊക്കാഗെ ആന്റിയെ ഇത്രയും ടയർഡായി ഞാൻ കണ്ടിട്ടില്ല. അവളുടെ ബോഡി അതിപ്പോ കംപ്ലീറ്റ് ആയിട്ടും ഡിസ്ട്രോയ് ആയിരിക്കുകയാണ്. ഓൾറെഡി ഞാൻ ഹീലിംഗ് ജിപ്സു അത് ചെയ്യുന്നതിന്റെ തിരക്കിലായതുകൊണ്ട് തന്നെ എനിക്ക് ഹൊക്കാഗെ ആന്റിയെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പോഴേക്കും അവളുടെ നില ഇത്രയും വഷളായി. അത് കേട്ട് ഒറോച്ചിമാറു അവൻ സുഗട്സുവിനോട് പറയും, എത്രയും പെട്ടെന്ന് അവളെ ഹീൽ ചെയ്യണം. സുഗട്സു ആണെങ്കിൽ ഇപ്പൊ ഹൊക്കാഗെ ആന്റിയെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം കരീനയോട് അവളുടെ കൈ അത് ഹൊക്കാഗെ ആന്റിക്ക് നേരെ നീട്ടിപ്പിടിക്കാൻ പറയും. കാരണം ഹൊക്കാഗെ ആന്റി കരീനയുടെ കൈ കടിച്ചാൽ മാത്രമേ അവളുടെ പവർ അത് ഹൊക്കാഗെ ആന്റിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയൂ. പക്ഷെ കരീന പറയും, എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ പവർ അത് ഞാൻ സാസുകയ്ക്ക് മാത്രമേ കൊടുക്കൂ. സാസുക അവൻ മാത്രമേ എന്റെ കയ്യിൽ കടിക്കാനായിട്ട് പാടുള്ളൂ. അത് കേട്ട് ഒറോച്ചിമാറു അവർ രണ്ടുപേരെയും ഇപ്പൊ പേടിപ്പിക്കാൻ തുടങ്ങും. ഉടനെ സുഗട്സു ആണെങ്കിൽ ഹൊക്കാഗെ ആന്റിയുടെ ബോഡി അത് ജോയിൻ ചെയ്ത് വെക്കും. അതേസമയം കരീന അവളുടെ കൈ അത് ഹൊക്കാഗെ ആന്റിയുടെ വായിലേക്ക് വെച്ച് അവളെ കൊണ്ട് കടിപ്പിക്കും. അങ്ങനെ ഒരുപാട് നേരം കഴിയുമ്പോ ഇപ്പൊ നമ്മുടെ ഹൊക്കാഗെ ആന്റി ആള് ഹീൽഡായി പതിയെ കണ്ണു തുറക്കും. അവൾ കക്ഷുകിയോട് താങ്ക് യു വെരി മച്ച്. നീ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും ഞാൻ മരിച്ചു പോയേനെ. അത് കേട്ട് ഒറോച്ചിമാറു ചിരിക്കും. ഒറോച്ചിമാറു പറയും, താങ്ക്സ് പറയേണ്ടത് എന്നോടും എൻ്റെ പിള്ളേരോടുമാണ്. ആക്ച്വലി നിന്നെ ഹീൽ ചെയ്തത് ഞങ്ങളാണ്. അത് കേട്ട് അവൾ ഷോക്കാവും. ഹൊക്കാഗെ ആന്റി ചോദിക്കും, നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? ഇത്രയും കാലവും ചെയ്ത ഉപദ്രവങ്ങള് അതൊന്നും പോരെ നിനക്ക്? ഒറോച്ചിമാറു പറയും, ഞാൻ ഇത്രയും കാലവും വേറെ ഏതോ ഒരു ലോകത്തായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരാളെ ഫോളോ ചെയ്യാണ്. അവന് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗെ ആന്റിക്ക് മനസ്സിലാവും ഒറോച്ചിമാറുവിന് ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചു എന്ന്. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് വലിയൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു യുദ്ധത്തില് ജിറയ മാമന് നല്ല രീതിയിൽ പരുക്കുപറ്റി ആള് നിലത്ത് വീഴും. അത് കണ്ട ഹൊക്കാഗെ ആന്റി ആൾ ഉഷാറായിട്ട് മാമനെ ഹീൽ ചെയ്യാൻ തുടങ്ങും. ഒറോച്ചിമാറു പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. നീ ഇനിയും ആളെ ഹീൽ ചെയ്തുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും നിനക്ക് നിന്റെ ജീവൻ കൂടെ നഷ്ടാവും. ഒരിക്കലും നമുക്ക് 3 പേർക്കും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സോ ജിറയെ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊന്നുകളയാം. സോ അതിനുശേഷം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അതിന് അവള് പറയും, ജിറയ മാമനെ തൊട്ടാ നീ വിവരം അറിയും. പക്ഷെ അവരെ പോലും ഷോക്കാക്കിക്കൊണ്ട് അടുത്ത മിനിറ്റ് അവിടേക്ക് റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി ഷിനോബികൾ എത്തിക്കഴിഞ്ഞു. കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഹൊക്കാഗെ ആന്റി പറയും, മാമൻ ആളെപ്പോഴും പറയും നീ നിന്റെ മിസ്റ്റേക്സ് അത് മുഴുവൻ തിരിച്ചറിഞ്ഞ് ഉറപ്പായിട്ടും ഇവിടേക്ക് മടങ്ങി വരുമെന്ന്. നീ ഇപ്പൊ മടങ്ങി വന്നു. പക്ഷെ നിന്റെ ഈ ചേഞ്ച് കാണാൻ ജിറയ മാമൻ അവനിപ്പോ നമ്മളോട് കൂടെ ഇല്ല. നീ ഒരല്പം കൂടെ നേരത്തെ വരുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മാമനെ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അതിന് ഒറോച്ചിമാറു പറയും, സംഭവിക്കേണ്ടത് എന്തായാലും തീർച്ചയായിട്ടും സംഭവിച്ചേ തീരൂ. സോ അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഉടനെ ഹൊക്കാഗെ ആന്റി അവൾ ചോദിക്കും, നിനക്ക് ഈ വാറിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ? ഒറോച്ചിമാറു പറയും, എനിക്കെല്ലാം അറിയാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. മാത്രമല്ല നമ്മളെപ്പോലെ തന്നെ മറ്റു 3 ശക്തികള് ഇപ്പോ ആ ബാറ്റിൽ ഫീൽഡിലുണ്ട്. അത് മറ്റാരുമല്ല, സാസുക, നറൂട്ടോ, സാക്കുറ. അത് കേട്ട് ഹൊക്കാഗെ ആന്റി അവൾ ഹാപ്പിയായി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.